ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാഡ്രൂ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങുന്ന തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചടപടയെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പിന്നെ അതുപോലെ എനിക്ക് പറയുള്ളൂ ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഞായറാഴ്ചയാണ് ഗൈസ്. അപ്പൊ ഇന്നാണ് ഞങ്ങളിവിടെ നോമ്പൊക്കെ നോറ്റി 30 ഞങ്ങൾക്ക് കിട്ടിയില്ല, അതുകൊണ്ട് 29 നോമ്പ് പറ്റുള്ളൂ. അപ്പൊ ഇന്നാണ് ഞങ്ങളെ പെരുന്നാള്. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്. പിന്നെന്താ ഈദ് മുബാറക് വേറൊന്നും പറയാലല്ലോ. ഇനി പള്ളിയിൽ പോട്ടെ, ഞങ്ങൾ ആകെ ലേറ്റ് ആയിരിക്കുന്നു ഗൈസ്. എന്തൊക്കെ പറയണെന്നൊരു പിടുത്തരം. അതെ, ഓൻ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയണമെന്ന് വലിയ പിടുത്തല്ല. പള്ളിയിലേക്ക് പോവാണ്. ഗായ്സ് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ലാസ്റ്റ് പള്ളി പൂട്ടി ഇറങ്ങിയത് ഞങ്ങളാ. ഏടാ അതൊക്കെ റേഞ്ചാണ്. പള്ളിക്ക് ക്ലൂണിങ് ക്ലാസ് ഇട്ട് പോയി. ഹലോ ഗായ്സ്, ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. ഇതിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ നിന്റെ അനിയൻ ഗൈസ്. അങ്ങനെ അറിയണ്ടാവും എല്ലാവർക്കും. ചെക്കന്മാർക്ക് ട്രോളുള്ളൊരു വക. ഗ്ലാസ് ഇട്ട് വന്നു. അതെന്താ കേസ്? ഗ്ലാസ് ഇട്ട് വന്ന് കാണിക്കാൻ വന്നാണ്. അത്ര കാണിക്കും ഗ്ലാസ്, പുതിയ ഗ്ലാസ് 3 അടിച്ച ഗ്ലാസ്. എല്ലാവർക്കും ഹൃദയം നേർന്ന പെരുന്നാൾ ആശംസകൾ. ഈദ് ആശംസകൾ, പെരുന്നാൾ ആശംസകൾ രണ്ടും ഒന്നാണ് ഗൈസ്. ഇത് ഇന്ന് കുറെ നേരം മോട്ടറൊക്കെ ഞാൻ പറയണൊക്കെ തെറ്റിപ്പോണ് ഗൈസ്. വേറൊന്നും അല്ല, ഞാൻ തന്നെ നല്ല ഉറങ്ങിയിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പറയുന്നത് ഫുള്ള് തെറ്റിപ്പോ ഉറങ്ങിയിട്ടില്ല. കിളിയാണ് ഗൈസ്, തീരെ ഉറങ്ങിയിട്ടില്ല. ഒന്നുമില്ല, നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഉറങ്ങാനുള്ള സമയത്ത് കമ്പനിയിൽ വർക്ക് ചെയ്തോ? കമ്പനിയിൽ വെറുതെ കുറ്റം പറയുന്നത്. ഒരു ചെക്ക് ഇടാണ്ടായിരുന്നു, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണ്ടായിരുന്നു. ആ ചെക്ക് ഡെപ്പോസിറ്റ് രാവിലത്തെ കാര്യം പറഞ്ഞു. മുടി ഇറങ്ങി വന്നിട്ടില്ല. രാവിലെ എപ്പോഴാ കമ്പനിയിൽ പോയിക്കണം. ഇന്ന് 24 മണിക്കൂർ കമ്പനിയിൽ തന്നെ കയറിയിട്ടില്ല. ആ കമ്പനിയിൽ കയറിയിട്ടില്ല. നമ്മളാണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത്, അതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് പറയണ്ട് ഗൈസ്, എനിക്ക് പറയണ്ട്. ഇതാണ് സുധീർക്ക, മാമാടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. മാമാടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതേപോലെ കുറെ കാലം വ്ലോഗിൽ കാണിക്കണം എന്നൊക്കെ അറിയില്ല തുടങ്ങി. ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരു നീച്ചമാതി ഇരുന്നാ മതി ചിരിക്കും. വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറയും വെള്ളത്തിൽ പോകട്ടെ. അവസാനം ക്യാമറയും വെള്ളത്തിലേക്ക് പോകട്ടെ. അങ്ങനെ നല്ല മെച്ചമാനെ കുറിച്ച് ആട്ടങ്ങളോട്ടൊക്കെ അത് നല്ല ഹാസ്. എല്ലാവർക്കും ഒന്ന് ചിരിക്കാനായി റിച്ചാലിനെ കാണിച്ചു കൊടുക്കേ. വിശാലെ പരിചയപ്പെടുത്തി കൊടുക്കും. റിച്ചാലിന് നാളാണ്. റിച്ചാലിന് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗ് ചെയ്തുകൊണ്ട് സിഗ്മേനുണ്ട്. കുട്ടികള് പിന്നീടാണ് ബ്ലോഗ്, പിന്നീടാണ് കൊറിയനാണ്. ഇപ്പൊ കൊറിയൻ പറഞ്ഞത്. പക്ഷെ ലാസ്റ്റ് കൊറേ ലുക്കായി ഉണ്ടായി. സപ്പോർട്ട് ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങള് ഇങ്ങനെ റൂമിലെത്തി. ഇനി ഫുഡ് കഴിക്കണം.
അത് കഴിഞ്ഞിട്ട് ചെക്കന്മാര് വിളിക്കും, ഓലപ്പം വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കാൻ പോകണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ എന്താ പരിപാടി, അത് ഈ സാധനം ഒന്ന് മാറ്റിട്ടാ ആകെ ഫുള്ള് ചൂടെടുക്കലാണെങ്കിൽ. സിഗ്മ ബോയ്, ഹലോ ഗായ്സ്, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? അത് കിളി മാറിയിട്ട് കിടക്കണ ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഒരു വഴിയെ കാണിച്ചു തരാം. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിടാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ ഒമാന് പോകലാണ്. അപ്പോൾ ഒമാനിലൊരു 4 days സ്റ്റേ ആണ് ഇപ്പം നെക്സ്റ്റ് പരിപാടി. കാരണം ഇപ്പോൾ നേരത്തെ പള്ളിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും, കുറച്ചേരം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു ഒമാൻ. അപ്പോൾ ഞാനും ഉപ്പ, അമ്മ, കാക്കു, ബാബി, ഉസിൽ അല്ലേ, ഉസിലിൻ്റെ കുഞ്ഞനിയൻ, പിന്നെ മുനാഫർ, അങ്ങനെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അദ്രുല്ല, ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. കാരണം അദ്രുവിന് എന്തായാലും അക്കൗണ്ട്സിലാണ് വർക്ക്. അപ്പോൾ ഓൻ പോയാൽ മൊത്തത്തിൽ കമ്പനിക്ക് പ്രശ്നമാവും, അതുകൊണ്ട് പോലില്ല. ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒമാൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഹായ് ഓസിൽ, വാവ്, ഇത് ബീച്ചിൽ കാണാൻ പോണ്. ബൈ. അപ്പൊ അതൊക്കെ കൊണ്ട് വെക്കും. വണ്ടറുള്ളിലെ കോലം ഞങ്ങൾ ഒമാനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഒമാനിലേക്ക് പോവുകയാണ്, സലാലയിലേക്ക് ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ ബോർഡർ കടന്നിട്ട് ബാക്കിയുള്ള കഥ പറയണ്ട്. അപ്പൊ ബോർഡർ ലൈൻ കടന്നിട്ട് ഞങ്ങൾ ബാക്കി കഥകൾ പറഞ്ഞുതരും. അതുവരെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. ബൈ. എല്ലാരും ഒരു ഹായ് പറയൂ. മുന്നോ ആ മുടി നട്ടി കൊടുത്ത പുതിയ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിക്കടാ. ഫാൻസ് ഉണ്ട് ഇത്ര ഗൈസ് ഇതിന്. ആ കോളേജിൽ പഠിക്കണ ആരെയും കാണുന്നുണ്ടെങ്കിൽ ആ ഫാൻസിന്റെ കുൽഫിയോ ഈ കുട്ടീനെ കാട്ടാണ്. പോലീസ് കണ്ടാൽ പിടിക്കണം. പിന്നെ ബേബി ഗൈസ്, ഞങ്ങളടുത്ത് ഏതാ പോലീസിന്റെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ. സൗണ്ട് ഉണ്ടാക്ക്, ആൾക്കാരെ കേട്ടെ. സൗദേവാ പിടിക്കവരെ. നല്ല തിരക്ക്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു പമ്പിൽ സൈഡാക്കിയിട്ടുണ്ട്. ബാങ്ക് കൊടുത്തു. അവിടെ ജയിലിൽ കൊണ്ടുപോയിടൂസില്ലേ എന്ത് ഒരു കൂസലും ഇല്ല. ഗൈസ് അങ്ങനെ ഒമാൻ ബോട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ കയറി. വാ, ഞാനുണ്ട്, ഒസിലുണ്ട്. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ കയറിക്കാണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒസിലിന് കാറില്ല. റോമിംഗ് ഓണല്ല, ഫുഡ് കഴിക്കലൊക്കെ പിന്നെ എത്ര മണിക്കൂർ റണ്ണിങ് ഉണ്ടാവും? 10-11 മണിക്കൂർ. 11 മണിക്കൂർ റണ്ണിങ്. ഞാനും കാക്കും ഹാഫ് ഓടിക്കേണ്ടി വരും. എന്നാലും ഞങ്ങൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും തോന്നുന്നു. വരെ പോട്ടെ, ടയർഡാകുമ്പോൾ നിർത്തും. ഞാനും കാക്കും ഹാഫ് ഓടിക്കും. ബാക്കി വീടിനടുത്ത് വെച്ചു. ഗൈസ്, ഹോട്ടലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ എന്താ ലെവല്, എന്താ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഹോട്ടൽ സെറ്റാണോ, റൂമൊക്കെ ഓക്കെ ആണോ ചെക്ക് ചെയ്യട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ റൂം എടുത്തു. ഇതാണ് റൂം മാഷാഅല്ലാഹ് കൊള്ളാം. 4 ബെഡ്റൂം ഉണ്ട്. ഓ വാവ്, ഇതൊരു ബെഡ്റൂം ആൻഡ് ഇത് വേറെ ബെഡ്റൂം. ഇതിൻ്റെ ഉള്ളിൽ ബാബയുണ്ട്.
ആൻഡ് ഇത് കിച്ചൺ. നമുക്ക് ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇത് വേറൊരു ബെഡ്റൂം. ഇത് വേറെ ബെഡ്റൂം. അങ്ങനെ മൊത്തം 4 ബെഡ്റൂമാണ് കേട്ടോ. ഹലോ, സെറ്റല്ലേ? അടിപൊളി. 4 ബെഡ്റൂം. അടിപൊളി. 4 ബെഡ്റൂം. എത്ര കട്ടിലാണ്? 1 2 4 കട്ടില്, 4 5 അത് ഒന്ന് കൂട്ടിയിട്ടാണ് കിങ് ബെഡ്. അപ്പൊ 6 ബെഡ് 4 റൂം കിട്ടില്ല. നമ്മക്ക് വേണ്ടി പടച്ച വെച്ച റൂം പോലെ. ചെറിയ കിച്ചൺ, ചായ ഉണ്ടാക്കി കുടിക്കാതെ. അതെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില മെയിൻ റൂമാണ്. അതെ, പണിക്കാരുടെ റൂം ചെറുതാണ്. ബാത്റൂം അതും ഇപ്പൊ ഉണ്ട്. ഇതിന് സെൻട്രലൈസ്ഡ് അല്ല, ഇതിൽ മറ്റേ നോർമലാ. എല്ലാത്തിലും AC ഉണ്ട്, മറ്റേ നോർമൽ AC-യാ. അപ്പോ ഇതാണ് ഇന്നത്തെ വ്ലോഗ്. ഇന്ന് പെരുന്നാൾ നിസ്കാരം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തു. അതിനുശേഷം നേരെ ഒമാൻ സലാല കുടിച്ചു. കുറേ വഴി തെറ്റി. അതേപോലെ തന്നെ എല്ലാവരും ആകെ ടയേർഡായി. എൻ്റെ മുതോമ്പുറം ആകെ പൊളിഞ്ഞു. അങ്ങനെ 12 മണിക്കൂർ ഡ്രൈവ് അല്ലേ, 12 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. അങ്ങനെ നിസ്ബ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഒരു ഹോട്ടലെടുത്തു. നാളെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. അങ്ങനെ ഈ വ്ലോഗിൻ്റെ കണ്ടിന്യൂഷൻ നാളെ അങ്ങനെ ഓരോന്നായിട്ട് ഘട്ടമായിട്ട് ഇടും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇന്ന് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇതിന് കണ്ടിന്യൂഷനായിട്ട് ഞാൻ വരും. അപ്പോൾ ബൈ.